വെൽക്കം ബാക്ക് ടു ഉഷാസ് കുട്ടി ലോകം. ഇന്ന് ഞാനൊരു ആനിമേഷൻ ചെയ്തായിരുന്നു. അപ്പോൾ അത് ഞാൻ ക്രിയേറ്റിലാണ് ഞാൻ ചെയ്തത്. 2D ആനിമേഷനാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കൺസെപ്റ്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ഓണത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഗെയിമായിരുന്നു. ആൻഡ് ഓരോ ലേയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതിൻ്റെ ആ 2D ആയിട്ടാണ് അത് ചെയ്തേക്കണേ. അപ്പോൾ ലെറ്റ്സ് ജംപ് ഇൻ. അപ്പോൾ ആദ്യം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ ഉരുളി എടുത്തിട്ട് അതിനെ ഞാൻ ഒരു ബേസാക്കിയിട്ട് ഞാൻ അതിനെ കളറൊക്കെ മാറ്റി എഡിറ്റ് ചെയ്ത് പിന്നെ ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു മനസ്സിൽ തോന്നിയ ഒരു ആനിമേഷൻ. എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളം വന്ന് ഉരുളിയിൽ വന്ന് വീണ് അതിങ്ങനെ തെറിച്ച് പുറത്തേക്ക് പോവുക. ആൻഡ് ദെൻ എന്താ പറയുക, നമ്മുടെ പൂക്കൾ ജമന്തിപ്പൂ ഇങ്ങനെ ഒഴുകി 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 അതിൻ്റെ ഉള്ളിലേക്ക് നിറയുകയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡിസൈൻ. അപ്പോൾ ഈ ഡിസൈൻ ഞാൻ കുറച്ച് നേരം ഒന്ന് ചിന്തിച്ചു അത് എങ്ങനെയാണത് ചെയ്യേണ്ടത് എന്നുള്ളത്. നമ്മൾ ഓരോ ഇമേജ് എടുക്കുക മാത്രമല്ല, ഇറ്റ് ഹാസ് ടു ബി റിപ്പീറ്റഡ്. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഒരു പൂ ഞാൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫ്ലോ കിട്ടില്ല. അപ്പോൾ ഐ ഹാവ് ടു ഓൾവേസ് റിപ്പീറ്റ്, അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടാണ് ഫസ്റ്റ് നമുക്കിപ്പോൾ ഇതിനെ നമ്മളിപ്പോൾ ഒരു ജിഫ് ആനിമേഷനിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഫസ്റ്റ് സ്ക്രീനിൽ ആദ്യം ഏതാ വരണേന്ന് വെച്ചാൽ അതാണ്. എന്ന് വെച്ചാൽ ലെയർ അല്ലേ. അപ്പോൾ ആദ്യം വന്ന ഇമേജ് ആവില്ല നമ്മൾ കാണുന്ന ഇമേജ്, ലാസ്റ്റ് വന്ന ഇമേജാണ് ആദ്യം കാണുക. അങ്ങനെ അപ്പോൾ ഈ ആദ്യം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാം എന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെ എനിക്ക് തോന്നി വൈറ്റ് കളർ തന്നെയാണ് നല്ലത്. അപ്പോൾ ഐ ദെൻ സ്റ്റിക്ക് ബാക്ക് ടു ദ വൈറ്റ് കളർ ബിക്കോസ് ഇറ്റ് വാസ് ആക്ച്വലി ഗിവിങ് എ ലോട്ട് ഓഫ് ഒരേപോലെ അറിയുക എന്നുള്ളത് പോലെ അങ്ങനത്തെ ഒരു ഇതുപോലെയായി. അപ്പോൾ ഞാൻ തിരിച്ചതിലേക്ക് ആക്കി, വൈറ്റ് ആക്കി ഞാൻ. ആൻഡ് ദെൻ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ലാസ്റ്റ് ഞാനൊരു ഉരുളിയിൽ ആ 2-3 പൂക്കളിനെ ഞാനൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. ആൻഡ് ദെൻ ആഫ്റ്റർ ദാറ്റ് ഐ കൈൻഡ് ഓഫ് റോഡ് ദ ലോഗോ ചെയ്തിട്ട് ഇതാണ് ഫൈനൽ എന്നുള്ളത് ഇമേജാക്കി വെച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനലായിട്ടുള്ളൊരു ആനിമേഷൻ. സോ ഹിയർ യു ക്യാൻ സീ കൗണ്ട് ഹൗ മെനി എന്ന് പറഞ്ഞിട്ടൊരു ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ പണ്ട് ചെയ്തൊരു സംഭവമാണ്. എൻ്റെ മുത്തശ്ശി എന്ന് പറയുന്ന ഒരു സീരീസ് ഞാൻ ചെയ്തായിരുന്നു. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാൻ ചെയ്തായിരുന്നു. 2-3 മാത്രമേ ഞാനത് ചെയ്തിട്ടുള്ളൂ. പക്ഷേ എനിക്ക് ഭയങ്കര ക്യൂറിയസ് ആയിട്ട് ചെയ്ത ഒരു സംഭവമാണ്. ക്രിയേറ്റിൽ തന്നെയാണ് പോയി ചെയ്തത്. ആൻഡ് ഇതെന്താന്ന് വെച്ചാൽ ഒരു കഥ ബേസ് ചെയ്ത് നമ്മുടെ മുത്തശ്ശി സ്റ്റോറീസ് എന്നെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കഥ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കുട്ടിയുണ്ട്, ഒരു പൂച്ചയുണ്ട്. നിങ്ങൾക്ക് ആ സ്ക്രീനിൽ കാണാം. ആൻഡ് ഐ ടുക്ക് ദി സീൻ ആസ് രാത്രിയിൽ. ഈ രാത്രിയിൽ പണ്ടൊക്കെ രാത്രിയിൽ ചൂട്ട് പിടിച്ചിട്ട് നടക്കുക എന്ന് പറയും. അപ്പോൾ ഈ കുട്ടി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് എപ്പോഴും തന്നെയാണ് പോണത്. ഒരു ദിവസം തന്നെ പോയപ്പോൾ അതിന് ഭയങ്കര സങ്കടമായി, എന്ന് വെച്ചാൽ പേടിയായി തന്നെ പോയപ്പോൾ ഈ ചൂട്ടും പിടിച്ചിട്ട്. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ എവിടുന്നോ വന്ന ഒരു പൂച്ച അതിനെ കൂടെ വരാം എന്നുള്ള രീതിയിൽ അതിങ്ങനെ നടക്കുമ്പോൾ ഇതിങ്ങനെ മുന്നിലേക്ക് നടക്കും. അങ്ങനെ നടന്ന് അതിൻ്റെ വീട്ടിൽ എത്തി. ഇതാണ് അതിൻ്റെ വീട്. അപ്പോൾ വീട്ടിലെത്തി കഴിയുമ്പോൾ പിന്നെ ആ പൂച്ചയെ കാണാനില്ല. സോ ഇറ്റ്സ് ലൈക്ക് എ മിസ്റ്റീരിയസ് തിങ്. പക്ഷേ ഇറ്റ് ഈസ് എ വെരി ഗുഡ് സ്റ്റോറി ഐ മേഡ് അപ്പ് മൈ സെൽഫ്. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. Until next time, thank you for joining me into this kutti video.